ഹായ് ഗായ്സ്, ഞങ്ങൾ നേരം ഡൽഹിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ റൂമിലാണ്. ഇപ്പൊ ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം രാവിലെ പുറത്തുപോയി അവരെല്ലാം അവിടെ പുറത്ത് എങ്ങോട്ടാ കോളേജിലോ പുസ്തകം ഇതാടൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തു പോയി. അപ്പം രാവിലെ അവള് കഞ്ഞി വെച്ചിട്ടായിരുന്നു പോയി. ഞങ്ങൾ ആ കഞ്ഞി കുടിച്ച് ഉച്ചയായി. അവരിപ്പം വരുമല്ലോ ഒന്നും നമുക്കറിയില്ല. എന്നാലും ഞങ്ങൾ വിചാരിച്ച് കുക്ക് ചെയ്യാന്ന് വെച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ബ്ലോഗ്, ഇന്ന് ഞങ്ങൾ അധികം എങ്ങും പോയില്ല, അധികം ഒന്നുമില്ല. ചോറ് പിന്നെ സോയാബീൻ ഇരിപ്പുണ്ട്, അതും കൂടെ നോക്കി കറി വെക്കാന്ന് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. ആരുമില്ല, നമുക്ക് സ്വന്തമായിട്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കാം. രാവിലെ കഞ്ഞിയാണ് ഗൈസ്. അവള് വന്നേച്ച് ഒന്ന് ചൂടാക്കണേന്ന് പറഞ്ഞു. എടുത്തിട്ട് 2 കുക്കറി വെച്ച് 2 ഊതൊക്കെ കൂടി ഫുൾ അടി പിടിച്ചു പോയി. പിന്നെ കുറച്ച് ഞങ്ങൾ എടുത്ത് കഴിച്ചു. പക്ഷെ മേളിലുള്ളത് നല്ലതായിരുന്നു. മേളിലുള്ള നല്ലായിരുന്നു. പിന്നെ ഇപ്പം അധികം വന്നത് പിന്നെ കുറച്ച് ഞങ്ങൾ ഇപ്പോഴും കൂടെ കഴിച്ചു. അത് മാറ്റിയിട്ട് ചോറ് വെക്കുക. ഇതിനി എങ്ങനെ കഴുകി എടുക്കും? അത് ഞാൻ കഴുകി എടുക്കാം. ഇതിനകത്തെ വെള്ളം ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ട് പോയപ്പോ പറഞ്ഞു വീടിന് കത്തിക്കല്ലേ ഇത്. അതിന്റെ ഇടയ്ക്ക് അവൻ ബാത്റൂമിൽ നിന്ന് വെള്ളം കോരി വെച്ച് ഇതിനകത്ത് നിറച്ച് വെള്ളമായി. പിന്നെ തുടച്ച് പിന്നെ ഫുള്ള് തുടച്ച്. ഇത് കുറവാണ്, എല്ലാവർക്കും തികയോ. അരിയാണ്, അരിഞ്ഞെടുക്കാതെ കുഴപ്പമില്ല. അരിഞ്ഞെടുക്ക, ഉള്ളിയും കൂടെ കയറ്റിടാം. എടാ അതിനകത്ത് വേറെ ഉണ്ടോ നോക്ക്. ആണ്ടാ വേറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റേ വേറെ എന്തോ ഗ്യാസ് ഓണല്ലേ? മാറ്റി ടെക്നിക്ക് വേറെ. മറ്റേ കത്തിയിൽ നാണില്ല, അതാണ് വെക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ സോയാബീൻ 2 നീ കഴിക്കുമല്ലോ, ഞാനും കഴിക്കും. രാത്രി നമുക്ക് ഇവിടുന്ന് ചോറും കറിയായിട്ട് കറിയും വേറെ വേണ്ടായിരുന്നു. ഇത് നീ അരിയണം, ഈ വലുത് നീ അരിയണം കേട്ടോ. വലുത് അരി. ഇത് ഉള്ളി അരിയണ്ടേ? അവരിങ്ങോട്ട് കേറിയോ? എടാ ഇത് ചൂടാക്കേണ്ട കാര്യമുണ്ടോ? സാധാ വെള്ളത്തിട്ട കുതിരാൻ പാടാണ്. ചൂടാക്കുവാണെങ്കിലേ വേറൊന്നും കുതിർന്ന് ഉള്ളിയൊക്കെ ചാവാറായി. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം മൂർച്ച. ഇതല്ല അരി കൂടി കുക്കറിന്റെ മേടി പറഞ്ഞിട്ട് ഇവിടെ എടുത്ത ഉള്ളി മാസ്ക് ഒക്കെ ഇട്ട് അരിയുന്നത്. എന്റെ മോനെ, ഇതിപ്പോ താഴെ വീണേ. താഴെ വെച്ചിട്ടുണ്ട്. ഇത് നീ അരിയണേ. ഉള്ളി കുറച്ചിട്ടാ പോലെ. ഉള്ളി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉള്ളി വാട്ടിയെടുത്താൽ നല്ല. അവൾമാരെ തൊടിക്കില്ല വന്നു കഴിഞ്ഞാൽ. നമ്മളങ്ങനെ അരി 3-ാമത്തെ തൊട്ടും ഫുള്ള് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. പൊട്ടിത്തെറിക്കൂടെ? ഇതൊക്കെ കത്താത്തേ. എടാ ആദ്യം അത് കത്തിച്ചേച്ച് നീ അടുത്തോട്ട് കൊണ്ടുവച്ചാല് ഇങ്ങനെ കത്തുന്നതാണ്. ഇത് ഫുള്ള് കത്തിക്കത്തില്ല. നീ നോക്കി. ഇത് കത്തിക്കത്തില്ലെന്ന് ഇതേടാ, ഇതിന്റെ ഫ്ലോ കാരണം കണഞ്ഞു പോകുന്നു. വെള്ളം ഒഴി കയ്യിൽ വെള്ളം ഒഴിക്കടാ. ഞാൻ ഒരു സൂചി പോലെ അതിനകത്തൊരു നിന്നെ കൈയോടെ വെച്ചിങ്ങനെ നീ കത്തിക്കുന്നു. കത്തീർ മുഖം മാറ്റി പിടിക്കും. കത്തി ഇതിനകത്ത് വെക്കല്ലേ. ഇത് എത്ര വിസിലായി? 3 വിസിലാ? എനിക്കറിയില്ല. പൊട്ടിത്തെറിക്കത്തൊന്നുമില്ലേ? ചോദിച്ചു നോക്കി. വെള്ളം അല്ല, വെള്ളം ഈ അരി വെക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതിന്റെ ഇതുകൊണ്ട് അതിനകത്ത് കിടക്കും. രാവിലെ ഊരി പോയ രാവിലെ കഞ്ഞിക്കകത്തുള്ളൂ. ഇതൊക്കെ ഇല്ലെടുത്തങ്ങ് വെക്കണ സീനായിരിക്കും. ഇത് ഇരിക്കത്തില്ല, ഇതില്ലാതല്ലേ ഇങ്ങനെയാണ് ഇടേണ്ട. ആർക്കറിയാം? അറിയാതോ? ആകെ കുക്കർ ഇതും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നു.
ഞാൻ അവിടെ സോയാബീൻ അരിയുന്നു, ഉള്ളി അരിഞ്ഞു. നമുക്ക് ഇവിടെ ഒന്നും കറിവേപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമ്മള് വാഴട്ടെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിനെ വാഴാനേ മേളിൽ എന്തെങ്കിലും അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടുക. അതുകൊണ്ട് എന്റെ അടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. നീ വറുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ സോയാബീൻ വറുത്തിട്ടില്ല. കറി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി. സീനാണ്. കത്ത് അറിയത്തില്ല. മഞ്ഞപ്പൊടി അത് എന്തോ ഇത് മസാലയാണ് ഇത്. പക്ഷെ കൊള്ളാം. ഇല്ല മറ്റേ ഇപ്പിക്കകത്തേക്ക് ഇടുന്നതിന്റെ കൊള്ളാം. ഇതെല്ലാം നോക്കാം, സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ വറുക്കാനുള്ളതാണ്ട് ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. കറി കൊണ്ട് അവിടെ സെറ്റ് ആവുന്നു. ചോറ് താണ്ട് ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ സോയാബീൻ വറുത്തെടുത്തിരിക്കുകയാണ്. പക്ഷെ വറുത്തത് കൊള്ളാമെന്ന് തോന്നുന്നു. തിന്നു നോക്കിയതാ. എണ്ണ മാത്രം. ഞാൻ നിന്നോട് പറഞ്ഞ ചോറിന്റെ അടുത്തൊരു തീരുമാനമായിട്ടുണ്ട്. നമുക്ക് കറി വെക്കൊന്നുകൂടെ. അതിനകത്ത് ഇത്ര എണ്ണയാണ്. മറ്റേ നമ്മൾ പുറത്തുപോയി കഴിച്ചല്ലേ. ഇത്രയും വെച്ചിട്ട് പുറത്തുപോയി കഴിക്കുന്നത്. നീ ഇതൊക്കെ കത്തിച്ചേ. ലൈറ്ററോ? രണ്ടാമത് ഇനി ഇടാൻ പോവാ. ഇത് വെള്ളം ഒഴിച്ച് കറിയാക്കാം കേട്ടോ. എടി മെല്ലനെ, എടി ഇതൊന്ന് നോക്കടി. ഇല്ല ഇന്ന് ചോറ് പട്ടിണിയാവും. മെല്ലനെ ഒന്ന് നോക്ക്. നീ നോക്കോ? ഇത് വെള്ളം ഒഴിച്ച് കറിയാക്കട്ടെ, കൂടുതൽ വെള്ളം ഒഴിച്ച് ആക്കട്ടെ. ഗായ്സ്, അപ്പൊ നമ്മുടെ പാചകം ഇവിടെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. കറിയും വറുത്തതും സെറ്റായിരിക്കുകയാണ്. നമുക്ക് ഇനി ചോറ് ഏതാണ്ട് ഏകദേശം നാശമായൊന്നും അറിയില്ലല്ലേ. അത് നമുക്ക് നോക്കാം അവസാനം. ഗായ്സ്, അപ്പം നമ്മുടെ ഫുഡ് ഏകദേശം എല്ലാം ഓക്കെ ആയി. എടാ കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് ചെയ്തോട്ടെ. ഇനി പറ, തിന്നിട്ട് പറ. ചോറ് കുറച്ച് എന്താ പറയാ, കുഴപ്പമില്ല. ഇവിടുത്തെ അരിടാ, നമ്മുടെ നാട്ടിലെ അരി അല്ലല്ലോ. അവന്മാർക്ക് കിട്ടിയത് അടിവശം കരിഞ്ഞിരിക്കും. ചോറ് കൊള്ളോ? കറി എങ്ങനെയുണ്ട്? പിള്ളേരുണ്ടായിട്ട് കൊള്ളാം. ഞങ്ങൾക്ക് ഇതൊക്കെ സെറ്റാണ് കേട്ടോ. ഇതായതുകൊണ്ട് വെച്ച ഫുഡ് ഇഷ്ടപ്പെട്ടോ? നോക്കിയേ അഞ്ജല, ഇഷ്ടപ്പെട്ടോ? വറുത്ത എങ്ങനെയുണ്ട്? കറി വെച്ചതോ? ഇല്ല, നീ ഉള്ള കാര്യം പറ. കറി വെച്ച പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിനക്കോ ഗസലെ? ഒന്നും പറയല്ലേ? മെറിലെ? വിഷ്ണു? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ല, വറുത്തത് കൊള്ളാം. കറി വെച്ച അത്ര എന്താ പറയാ, അത്ര കുമ്മില്ല. എന്നാലും കുഴപ്പമില്ല. എന്നാലും വിശപ്പ് ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നല്ലേ. അപ്പോൾ ഫ്ലിപ്പടിയടാ, കൊള്ളാം.